അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം മൊത്തത്തിലൊന്ന് കണ്ണോടിച്ച് നോക്കാം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 വരെയുള്ളത് നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാറുള്ളതാണ്. അതിന് ശേഷം വരുന്നത് ഇപ്പോൾ 10 എഴുതുമ്പോൾ എക്സ് എഴുതും, 20 ആകുമ്പോൾ അത് ഡബിൾ എക്സ് ആവും, 30 ആകുമ്പോൾ ട്രിപ്പിൾ എക്സ് ആവും. പിന്നെ 40 എഴുതുന്നത് എക്സ് എൽ എന്നാണ്, 50 എൽ ആവും, 60 എൽ എക്സ് ആവും, 70 എല്ലിൻ്റെ ഇപ്പോൾ 2 എക്സ് കൂടും, 80 പിന്നെ എല്ലിൻ്റെ ഇപ്പോൾ 3 എക്സ് കൂടും, 90 ഇത് എക്സ് സി എന്നാണ്, 100 സി, 110 സി എക്സ്, 120 സി ഡബിൾ എക്സ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റോമൻ അക്കങ്ങൾ എഴുതുമ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള നിയമം പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 10 എന്ന് എഴുതുമ്പോൾ ഇതാണ് 10, 9 എന്നെങ്ങനെ എഴുതാറുള്ളത്, ഇങ്ങനെ 9 എന്ന് എഴുതും. ഓക്കെ, അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമ്മൾ 10 എന്ന് എഴുതി വലത് സൈഡിൽ 1 ഇട്ടാൽ അതിൻ്റെ അർത്ഥം 10നോട് 1 കൂട്ടണം എന്നാണ്, 11 എന്ന് വായിക്കണം. എന്നാൽ 10 എന്ന് എഴുതി ഇടത് സൈഡിലാണ് 1 ഇടുന്നതെങ്കിൽ എന്ത് വായിക്കണം, 9 എന്നാണ് അതിൻ്റെ അർത്ഥം. അത് 10 1 കുറയ്ക്കണമെന്നർത്ഥം. വലത് സൈഡിൽ 1 ഇടുകയാണെങ്കിൽ 1 കൂട്ടണമെന്നും, ഇടത് സൈഡിൽ 1 ഇടുന്ന പക്ഷം 1 കുറയ്ക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോമൻ അക്കത്തിൻ്റെ നിയമം ആ രീതിയിലാണ് വരിക. അപ്പോൾ അതേ പാറ്റേണിൽ തന്നെയാണ്, നിങ്ങൾക്കൊന്നുകൂടി കാണിച്ചു തരാം. അക്കങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ കാണും, ഇപ്പോൾ ദാ എൽ എന്ന് പറഞ്ഞാൽ 50 അല്ലേ, എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 50. അപ്പോൾ 40 എന്ത് ചെയ്യണം, എല്ലിന്ന് 10 50 10 കുറച്ചാൽ 40, 10 എന്താ പറയുക, എക്സ് ആണ്, 10 എക്സ് ആണ്. അപ്പോൾ എല്ലിന്ന് എക്സ് കുറച്ചാൽ 40 കിട്ടും. അതായത് ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ എല്ല് 50, എക്സ് 10. അപ്പോൾ എല്ലിന്ന് ഇവിടെ എക്സ് ഇട്ടതിൻ്റെ അർത്ഥം എന്താണ്, ഇടത് ഭാഗത്ത് എക്സ് ഇട്ടാൽ 50 10 കുറയ്ക്കണം, 50 10 കുറച്ചാൽ 40 ആവും. ഇനി എല്ല് ഇട്ടു, എക്സ് ഇപ്പോഴാണ് ഇട്ടത്, അപ്പോൾ 50ലേക്ക് 10 കൂട്ടണം, അപ്പോൾ 50ൽ 10 കൂട്ടി 60 ഇങ്ങനെ. അതാണ് റോമൻ അക്കത്തിലൊരു പാറ്റേൺ ആണത്. അപ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മറ്റു കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 9 10 11 എഴുതിയല്ലോ, 10ൻ്റെ ഇടത് ഭാഗത്ത് 1 ഇട്ടാൽ 9 ആകും, 10ൻ്റെ വലത് ഭാഗത്ത് 1 ഇട്ടാൽ അത് 11 ആവും. അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നിയമങ്ങൾ, ഒരു 5 നിയമങ്ങൾ അത് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം.